ടീമുകൾ, നമ്മുടെ റേഡിയോ പാർട്ട്ണർ റെഡ് എഫ് എം, ട്രാവൽ പാർട്ട്ണർ മാംഗോ ക്യാബ്സ്, അതോടൊപ്പം തന്നെ ഈ C3 വിജയകരമായി നടത്താൻ അഹോരാത്രം പ്രയത്നിക്കുന്ന വേദിയിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ബീന ആന്റണി. ബഹുമാനപ്പെട്ട മിനിസ്റ്ററുടെ കയ്യിൽ നിന്ന് ജേഴ്സി സ്വീകരിക്കുന്നത് ബീന ആന്റണിയാണ്. ആത്മ ടീം അംഗങ്ങൾക്ക് വേണ്ടി ജേഴ്സി സ്വീകരിക്കുന്നത് ശ്രീമതി കുമാർ നായർ. ആത്മ ടീം അംഗങ്ങൾക്ക് വേണ്ടി ജേഴ്സി സ്വീകരിക്കുന്നത് കുമാർ നായർ. പോയി ടാറ്റാ. നമ്മൾ ജയിച്ചിട്ട് വരാം. നമ്മൾ ജയിച്ചിട്ട് വരാം. ഓക്കെ. നമ്മുടെ ട്രോഫി നമ്മുടെ മാച്ചൊക്കെ കഴിഞ്ഞിട്ടേ അങ്ങനെ വീട്ടിൽ റെസ്റ്റ് എടുത്തിരിക്കുന്ന സമയത്താണ് ആത്മയെന്ന് കോൾ വരുന്നത്. അതായത് നമ്മുടെ മാച്ചിൽ ജയിച്ച എല്ലാ ടീംമേറ്റ്സിനും ഒരു കുഞ്ഞു പാർട്ടി അറേഞ്ച് ചെയ്യട്ടെ എന്ന്. അങ്ങനെ ഇന്നിപ്പോ പോവാണ്. എവിടെയാന്ന് വെച്ചാല് നമ്മുടെ കുറവങ്കോണത്തുള്ള ബാബ് അറേബ്യയിൽ വെച്ചിട്ട് 7:30 ഒരു കുഞ്ഞു പാർട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോ എന്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഒരു ക്രിക്കറ്റ് മാച്ച് തന്നെ. ആ മാച്ചിൽ ജയിച്ചിട്ട് ഇപ്പൊ നമ്മളൊരു പാർട്ടിക്ക് പോകുന്നു. അപ്പൊ എല്ലാവർക്കും വരാൻ പറ്റില്ല, കാരണം കുറെ പേര് നാട്ടിൽ പോയി, പിന്നെ പലർക്കും ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ എല്ലാവർക്കും വരാൻ പറ്റില്ല. അപ്പൊ ഉള്ളവർക്കെല്ലാം കൂടി ഇന്ന് വെക്കാന്ന് വിചാരിച്ചു. പിന്നെ 15-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ അടുത്ത സെറ്റ് ഓഫ് ഷൂട്ട്സ് തുടങ്ങും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇന്ന് വെക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇന്നിപ്പം പോവാണ്. എന്നപ്പം നമുക്ക് ഇറങ്ങിയാലോ. നമ്മുടെ പാർട്ടിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം വീട്ടിൽ വന്നു. ഭയങ്കര റിഫ്രഷിങ് ആയിരുന്നു കേട്ടോ ആ ഒരു പാർട്ടി എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. ഒരു ഗെറ്റ് ടുഗദർ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ. പിന്നെ ഓഫ്കോഴ്സ് നമ്മൾ ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു സാധനമായിരുന്നു. അതായത് നമ്മള് കളിച്ചപ്പോ നമുക്ക് ഒരു പ്രൈസ് എമൗണ്ട് ഉണ്ടായിരുന്നു 15,000 കേട്ടോ. ചെറിയ എമൗണ്ട് ആണ്. അതായത് 15,000 നമ്മൾ ഈ 11 പേർക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ വളരെ കുറച്ച് ചെറിയൊരു എമൗണ്ടേ ഉണ്ടാവുള്ളൂ. പക്ഷെ 1 രൂപയാണെങ്കിൽ പോലും നമ്മൾ കളിച്ച് നേടിയ പൈസയാണ്. അത് നമുക്ക് ഡിവൈഡ് ചെയ്ത് തന്നു. അതായത് നമുക്ക് എല്ലാവർക്കും ഇതേപോലെ ഒരു കവറിലാക്കിയിട്ട് നമുക്ക് കിഷോറായിട്ട് നമുക്ക് ആ പൈസ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് തോന്നിയൊരു ഹാപ്പിനെസ് ഉണ്ട്, ഒരു ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം നമ്മൾ ഇത്രയും നാളും നമ്മൾ അഭിനയിച്ചു, നമ്മൾ ഓരോ വർക്ക് ചെയ്തിട്ട് നമുക്ക് പേയ്മെന്റ് കിട്ടണം. അത് നമ്മുടെ ജോലി നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്.
പക്ഷെ അതിൽ നിന്ന് ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് നമ്മൾ ക്രിക്കറ്റ് കളിക്കാൻ പോയിട്ട് അതിൽ നിന്ന് നമുക്ക് കിട്ടിയ പൈസ നമുക്ക് അതിപ്പോ നമ്മൾ 1 രൂപയാണെങ്കിൽ പോലും നമുക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ട് നമ്മളെല്ലാവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. കാരണം നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ഇങ്ങനെ അധ്വാനിച്ചിട്ട് നമുക്ക് കിട്ടിയ പൈസയാണ്. നമ്മള് അഭിനയിക്കാണ്ട് നമ്മൾ ക്രിക്കറ്റ് കളിച്ച് നേടിയ പൈസയാന്ന് പറഞ്ഞിട്ട് നമ്മളിത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ നമുക്ക് 1300 റുപ്പീസ് ഉണ്ട് മക്കളെ. അങ്ങനെ ഇത് ആക്ച്വലി സംതിങ് സ്പെഷ്യൽ ആയിട്ട് തന്നെയായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര രസം തോന്നി. പിന്നെ നമുക്ക് TV നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ നമ്മളോട് ഉമ്മച്ചേച്ചി ചോദിച്ചു, നമ്മുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഇങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്നതിനകത്ത് നിങ്ങൾക്ക് ഓക്കെ ആണോ എന്ന് എല്ലാവരോടും ചോദിച്ചപ്പോൾ എല്ലാവർക്കും ഓക്കെ. അങ്ങനെ TV നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്ക് കൊടുത്തു. അത് ഭയങ്കര ഒരു മൊമെന്റ് ആയിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ ആ ചേച്ചിക്ക് TV ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാനത് ആരാണ് എന്നൊന്നും ഞാൻ തൽക്കാലം പറയുന്നില്ല. അപ്പൊ ആ ചേച്ചിക്ക് TV ഇല്ലായിരുന്നു. അങ്ങനെ അത് കിട്ടും എന്നുള്ളത് ചേച്ചിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, പക്ഷെ ചേച്ചിയോട് സർപ്രൈസ് ആയിട്ട് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് ചേച്ചിക്ക് TV എന്ന് പറഞ്ഞപ്പോൾ തന്നെ ചേച്ചി അങ്ങ് ഭയങ്കര ഇമോഷണലായി ചിരിക്കാൻ ഭയങ്കര സങ്കടം തോന്നി. ഹാപ്പി. അങ്ങനെ അതൊക്കെയാണ് ഇന്ന് വൈകിട്ട് നടന്ന കുറെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. മൊത്തത്തിൽ കൊള്ളായിരുന്നു കേട്ടോ. എനിക്ക് ആ ഒരു ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളും നമ്മൾ ആ ഒരു ദിവസത്തിന് വേണ്ടി നമ്മൾ എടുക്കുന്ന ഒരു എഫേർട്ട് ഉണ്ടല്ലോ. പിന്നെ നമ്മൾ ആർട്ടിസ്റ്റുകളാണ്, അല്ലെങ്കിൽ നമ്മുടെ സ്കിന്ന് അങ്ങനത്തെ സാധനങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. നമ്മൾ ടാൻ അടിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ ആദ്യം ഞാനത് വന്നില്ല. എനിക്ക് ഭയങ്കര നഷ്ടമായിരുന്നു കേട്ടോ. അങ്ങനെ മാറി നിന്നിരുന്നെങ്കിൽ ഇത് എന്ന് പറഞ്ഞാല് എന്തായാലും ഒരു ഡിഫറെന്റ് തിങ് ആണ്. മറ്റേ നമ്മൾ അഭിനയിക്കുന്നു, നമ്മള് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പൊ അങ്ങനെ നടക്കുന്ന ആ ഒരു ഇതിൽ നിന്ന് എന്തായാലും ഡിഫറെന്റ് ആയിട്ട് നമ്മള് ഇപ്പുറത്തെ സൈഡിൽ ഒരു ക്രിക്കറ്റ് എന്നുള്ള രീതിക്ക് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല എന്റെ ലൈഫിൽ ഞാനൊരു ക്രിക്കറ്റ് മാച്ച് കളിക്കാൻ പോകുന്നു. അപ്പൊ അതിന് ഒരുപാട് നമുക്കിങ്ങനെ പ്രാക്ടീസ് ചെയ്യാനുള്ള സമയമോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് എന്നെ ഇങ്ങനെ ഉമ്മച്ചേച്ചി വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ എന്നാ ശരി വരാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങ് പോയതായിരുന്നു. പക്ഷെ ആ ഒരു പോക്ക് എനിക്ക് ഭയങ്കര രസം തോന്നി. ഇപ്പൊ ആലോചിക്കുമ്പോഴത്തേക്കും അതൊരു ബെസ്റ്റ് ഡിസിഷൻ ആയിരുന്നു എന്നെനിക്ക് തോന്നി. അതുകൊണ്ട് എനിക്ക് വേറെ കുറെ കാര്യങ്ങൾ എനിക്കിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. എനിക്ക് ഇങ്ങനെ ഈ ഒരു ടീമിന്റെ കൂടെ, നമ്മുടെ ആത്മയിൽ അങ്ങനെ വുമൻസ് ക്രിക്കറ്റ് ടീമൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഒരു ടീമിന്റെ ഒരു പാർട്ടായിട്ട് വരാൻ പറ്റി. അതൊക്കെ ഭയങ്കര സന്തോഷം. ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യും. നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ട് ഫീൽ ചെയ്യത്തില്ലേ, അങ്ങനെ ഒരു സാധനമായിരുന്നു എനിക്ക് ഈ ഒരു സംഭവം. ലൈഫ് നമ്മളിങ്ങനെ ഒരേ ട്രാക്കിൽ കൂടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ കുറച്ചൊന്ന് മാറി ചിന്തിക്കുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാട്ടോ. അതൊക്കെയാണ്. ഇപ്പം ലാസ്റ്റ് ഇയർ ഫസ്റ്റ് ടൈം ഞാനൊരു പാജന്റിന് പോയി. ഒരു കോമ്പറ്റീഷൻ ഞാൻ ഫസ്റ്റ് ടൈം അറ്റൻഡ് ചെയ്തു. ഈ വർഷം ഞാൻ ക്രിക്കറ്റിന് പോയി. അപ്പൊ മൊത്തത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ 2 വർഷങ്ങളിലും എനിക്ക് പുതിയ പുതിയ കാര്യങ്ങൾ, ഞാൻ ചെയ്യാത്ത പുതിയ പുതിയ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റി. ഇനിയും എനിക്ക് പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് എനിക്ക് വീണ്ടും ചെയ്യാൻ പറ്റട്ടെ, ട്രൈ ചെയ്യണമെന്ന് തോന്നട്ടെ എന്നൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. സോ that's it. Thank you so much for watching my first cricket match experience. So നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഇഷ്ടാവേണ്ട എവിടെ പോകാൻ, അതൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. Okay, bye. Ta-da.